ഇനി നമുക്ക് ഒരു ചേമ്പ് ചാറ് കറിയുടെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഞാൻ 3 കഷ്ണം ചേമ്പ് എടുത്തിട്ടുണ്ട്. ചേമ്പ് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീനാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. അതിനുശേഷം ഒരു കുക്കർ എടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ചേമ്പ് ഇട്ട് കൊടുത്ത് ഒരു 2 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളവും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒരു വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്നൊന്ന് വേവട്ടെ. ആ സമയത്തേക്ക് നമുക്കിതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ചുമന്നുള്ളി, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ ചേമ്പ് പ്രഷറൊക്കെ പോയി നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ല രീതിക്ക് തന്നെ വെന്ത് വന്ന ചേമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഉടച്ചൊക്കെ കൊടുക്കാം. ഒന്ന് 2-3 പീസൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല തിക്നെസ്സൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അത് ഈ ഒരു പാകത്തിന് ഒത്തിരി അങ്ങ് തിളച്ച് മറിയൊന്നും വേണ്ട. ഈ ഒരു പാകത്തിന് തിളച്ച് വന്നാൽ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി കടുക് പൊട്ടിച്ച് ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് ചേർത്താൽ കറി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.